ഹായ്, ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ള ടെൻഷനാണ്. വെൽക്കം ടു ഷിഹാബ്സ് വ്ലോഗ്സ്. ആദ്യമായാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ്. സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നിടത്താണ് എന്ത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്നുള്ളത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വെർബ് വൺ ആണ്. ബേസ് ഫോം ഓഫ് ദ വെർബാണ് എന്ത് ചെയ്യുക സിമ്പിൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഓക്കെ, I will come to the office tomorrow, which means I will എന്ന് പറയുമ്പോൾ ചെയ്യും എന്നൊരു ആശയത്തിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ I will come means ഞാൻ വരും. കം ചെയ്യും എന്ന് പറയുമ്പോൾ I will come, ഞാൻ വരും. I will come to the office tomorrow, നാളെ ഞാൻ ഓഫീസിലേക്ക് വരും. She will submit the report, അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. I will invite him, ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്യും, ഞാൻ അവനെ ക്ഷണിക്കും. അപ്പോൾ വിൽ എന്ന് പറയുമ്പോൾ ചെയ്യും എന്നൊരാശയം നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മീനിങ് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹി വിൽ പ്ലേ ടുഡേ, അവൻ ഇന്ന് കളിക്കും. പ്ലേ ചെയ്യും. ഹി വിൽ പ്ലേ ടുഡേ, അവൻ ഇന്ന് കളിക്കും. ഇറ്റ് വിൽ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യും. നമ്മൾ സെർട്ടനായി ഉറപ്പുള്ള കേസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങനെ പറയുന്നത്. ഇറ്റ് വിൽ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യും. ആൻഡ് മൈ ഫാദർ വിൽ കം മൈ ഹോം ടുഡേ, എൻ്റെ ഫാദർ ഇന്ന് വീട്ടിലേക്ക് വരും. മൈ ഫാദർ വിൽ കം മൈ ഹോം ടുഡേ. ആൻഡ് ദേ വിൽ ഹെൽപ്പ് മീ, അവർ എന്നെ ഹെൽപ്പ് ചെയ്യും, അവർ എന്നെ സഹായിക്കും. അപ്പോൾ വിൽ മീൻസ് ചെയ്യും എന്ന് പറയുന്നിടത്തൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വില്ല് ഞാൻ പറഞ്ഞു ചെയ്യും എന്നാണ് ആശയം. വില്ല് ഫസ്റ്റ് വരുമ്പോൾ എന്താവും മീനിങ് വരെ ചെയ്യുമോ എന്നാവും. അനദർ എക്സാമ്പിൾ, വിൽ ഹി കം ടുഡേ, അവൻ ഇന്ന് വരുമോ. ദാറ്റ് മീൻസ് അവൻ കം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ വിൽ ഹി കം ടുഡേ, അവൻ ഇന്ന് വരുമോ. ആൻഡ് വിൽ ഷി പാസ് ദി എക്സാം, അവൾ എക്സാം പാസ് ആകുമോ, പാസ് ചെയ്യുമോ. ദാറ്റ് മീൻസ് പാസ് ആകുമോ. ദെൻ വിൽ ഹി സബ്മിറ്റ് ദ റിപ്പോർട്ട്, അവൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമോ. അപ്പോൾ വില്ല് ഫസ്റ്റ് വരുമ്പോൾ ഒക്കെ ചെയ്യുമോ എന്നാവും. വില്ലിന്റെ മീനിങ് ചെയ്യുമെന്നാണ്. ഫസ്റ്റ് വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയി, അപ്പോൾ മീനിങ് ചെയ്യുമോ എന്നാവും വരാം. ഓക്കെ, ആൻഡ് വിൽ ഹി പ്ലേ ടുഡേ, അവൻ ഇന്ന് കളിക്കുമോ. വിൽ ഹി പ്ലേ. വിൽ ഹി ഗെറ്റ് ദാറ്റ് ജോബ്, അവന് ആ ജോലി കിട്ടുമോ. ദെൻ ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് വിൽ നോട്ടിനെ ചുരുക്കി അതിന്റെ കൺട്രാക്ഷൻ നമുക്ക് വോണ്ട് എന്ന് പറയാം. അപ്പൊ ചെയ്യും എന്നുള്ള എന്താവും, ചെയ്യൂല എന്നാണ് ആശയം വരിക. ഷീ വിൽ നോട്ട് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടുമോറോ, നാളെ അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയില്ല. ഹി വോണ്ട് പ്ലേ, ദാറ്റ് മീൻസ് ഹി വിൽ നോട്ട് പ്ലേ. ഹി വോണ്ട് പ്ലേ, അവൻ കളിക്കില്ല. ഹി വോണ്ട്, ദാറ്റ് മീൻസ് ഹി വോണ്ട് പ്ലേ ടുഡേ, അല്ലെങ്കിൽ ഹി വോണ്ട് പ്ലേ ടുമോറോ, നാളെ അവൻ കളിക്കില്ല എന്നുള്ള. ഇറ്റ് വോണ്ട് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യില്ല. ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്യും. ഇറ്റ് വോണ്ട്, ഇറ്റ് വിൽ നോട്ട് റെയിൻ. വിൽ നോട്ടിനെ ചുരുക്കി നമുക്ക് വോണ്ട് വരാം. ഇറ്റ് വോണ്ട് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യില്ല. ഇറ്റ് വോണ്ട് റെയിൻ ടുഡേ. ആൻഡ് ദേ വോണ്ട് കോണ്ടാക്ട് യു ടുഡേ, അവർ ഇന്ന് നിന്നെ കോണ്ടാക്ട് ചെയ്യില്ല. അപ്പൊ വോണ്ട് ഒക്കെ വരുമ്പോൾ മീനിങ് ചെയ്യില്ല എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വോണ്ട് ചെയ്യില്ല, അപ്പോൾ വോണ്ട് ഫസ്റ്റ് വരുമ്പോൾ ചെയ്യുകയില്ലേ എന്നാണ് വരാം. അപ്പോൾ വോണ്ട് യു കം ടുമോറോ, നീ നാളെ വരില്ലേ. ആൻഡ് വോണ്ട് ഷീ പാസ് ദി എക്സാം, അവൾ എക്സാം പാസ് ആവുകയില്ലേ. ആൻഡ് വോണ്ട് ഹി സബ്മിറ്റ് ദ റിപ്പോർട്ട് ടുമോറോ, നാളെ അവൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയില്ലേ. ആൻഡ് വോണ്ട് ഹി പ്ലേ ടുമോറോ, നാളെ അവൻ കളിക്കില്ലേ. അപ്പോൾ വോണ്ട് ഫസ്റ്റ് വരുമ്പോൾ ചെയ്യില്ലേ എന്നാണ് ആശയം വരിക. ഓക്കെ, വോണ്ട് ഇറ്റ് റെയിൻ, മഴ പെയ്യില്ലേ. വോണ്ട് ഇറ്റ് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യില്ലേ എന്നാണ് ആശയം വരിക. ഓക്കെ, ആൻഡ് വോണ്ട് ഹി അറ്റൻഡ് ദ മീറ്റിംഗ്, അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയില്ലേ. അപ്പോൾ വോണ്ട് ഫസ്റ്റ് വരുമ്പോൾ ചെയ്യുകയില്ലേ എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് WH ക്വസ്റ്റ്യൻ ആണ്. യു നോ ദ WH ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. WH ഓക്സിലറി സബ്ജക്ട് വെർബ്, അങ്ങനെയാണ് WH ക്വസ്റ്റ്യൻ ഫോർമാറ്റ് പോകുന്നത്. അപ്പോൾ വെൻ വിൽ യു കം ടുമോറോ, നീ നാളെ എപ്പോൾ വരും. ദാറ്റ് മീൻസ് വില്ല് ചെയ്യും. അപ്പോൾ എപ്പോൾ നീ കം ചെയ്യും, ദാറ്റ് മീൻസ് നാളെ നീ എപ്പോൾ വരും. വെൻ വിൽ യു സബ്മിറ്റ് ദ റിപ്പോർട്ട്, നീ എപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ വില്ല് ചെയ്യും എന്ന മീനിങ് വരുന്നത് കൊണ്ടാണ് അവിടെ
എപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമെന്ന ആശയത്തിലേക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് വെർ വിൽ യു ഗോ, നീ എവിടെ പോകും. ആൻഡ് ഹൗ വിൽ യു ഗോ, നീ എങ്ങനെ പോകും. അപ്പോൾ എങ്ങനെ നീ പോകും, ഗോ ചെയ്യുമെന്നാ, വിൽ അവിടെ വരുമ്പോൾ ചെയ്യുമെന്നാ. അപ്പോൾ ഹൗ വിൽ യു ഗോ, നീ എങ്ങനെ പോകും. ദെൻ ഹു വിൽ യു കം വിത്ത്, ഹു വിൽ യു കം വിത്ത്, നീ ആരുടെ കൂടെ വരും. ദെൻ ഹൗ മച്ച് വിൽ ഹി പേ ദ റെന്റ്, ഹൗ മച്ച് വിൽ ഹി പേ, അവൻ എത്ര പേ ചെയ്യും. ഹൗ മച്ച് വിൽ ഹി പേ. ആൻഡ് വാട്ട് വിൽ യു ഈറ്റ് ഫോർ ലഞ്ച്, നീ ലഞ്ചിന് എന്ത് ഈറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്ത് കഴിക്കും അല്ലെ. വാട്ട് വിൽ യു ഈറ്റ് ഫോർ ലഞ്ച്, നീ ലഞ്ചിന് എന്ത് കഴിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വില്ല് എന്നുള്ളതിന്റെ മീനിങ് ചെയ്യും എന്നാണ്. ഇപ്പോൾ ഹി വിൽ സബ്മിറ്റ് ദ റിപ്പോർട്ട്, അവൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. വില്ല് ഫസ്റ്റ് വരുമ്പോൾ ചെയ്യും എന്നുള്ളത് ചെയ്യുമോ എന്നാവും. വിൽ ഹി സബ്മിറ്റ് ദ റിപ്പോർട്ട്, അവൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമോ. വോണ്ട് ചെയ്യുകയില്ല എന്നാവും. ഹി വോണ്ട് സബ്മിറ്റ് ദ റിപ്പോർട്ട്, അവൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയില്ല. വോണ്ട് ഫസ്റ്റ് വരുമ്പോൾ ചെയ്യുകയില്ലേ എന്നാവും. ഇപ്പോൾ വോണ്ട് ഹി സബ്മിറ്റ് ദ റിപ്പോർട്ട്, അവൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയില്ലേ. വെൻ വിൽ ഹി സബ്മിറ്റ് ദ റിപ്പോർട്ട്, അവൻ എപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വിൽ പ്ലസ് വെർബ് വൺ എന്നുള്ള സെന്റൻസ് സ്ട്രക്ചർ ഉപയോഗിക്കുന്ന മറ്റു സിറ്റുവേഷനിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഓഫറൊക്കെ ചെയ്യുമ്പോൾ, ഓഫറൊക്കെ പറയുമ്പോൾ എന്നാ വില്ലാണ് ഉപയോഗിക്കുക. അത് ഫ്യൂച്ചർ അല്ല, പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ ഓഫർ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഐ വിൽ ഡ്രോപ്പ് യു ദേർ, ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഐ വിൽ ഡ്രോപ്പ് യു ദേർ. ആൻഡ് ഐ വിൽ ഗിവ് യു എ ഗിഫ്റ്റ്, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരും. ആൻഡ് ഐ വിൽ സീ യു ഓർ ഐ വിൽ കോൾ യു, ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഓഫറാണ്. ഐ ലിഫ്റ്റ് ദ ബാഗ് ഫോർ യു, ഞാൻ നിന്റെ ബാഗ് ലിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഓഫറിൽ നമുക്ക് എന്ത് ചെയ്യാം, വില്ല് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഫ്യൂച്ചർ ആക്ഷനിൽ മനസ്സിലാക്കേണ്ടത് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING, ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ എം റിസൈനിങ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ഞാൻ റിസൈൻ ചെയ്യുകയാണ്. അത് ഫ്യൂച്ചർ ആക്ഷനാണ്. അപ്പൊ അത്തരം ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹി ഈസ് ഗോയിങ് ടു ദുബായ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ദുബായിലേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ അതും ഫ്യൂച്ചറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ആ ഒരു സെന്റൻസ് സ്ട്രക്ചറും നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഫ്യൂച്ചർ ആക്ഷൻസിന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ സ്കില്ല് ലഭിക്കുക പ്രാക്ടീസിലൂടെയാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിരന്തരം കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇത് കൂടുതൽ സംസാരിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെ ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ഫ്ലുവൻസിയിലേക്ക് എത്താനൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, ഒരു ട്രെയിനറുമായിട്ട് സംസാരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ട്രെയിനിങ് ഞാൻ നൽകുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.